everyone, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിലെ ജേണൽ എൻട്രീസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ വരുന്നുണ്ട്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇവിടെയൊക്കെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരാറുണ്ട്. സോ ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ എൻട്രീസ് ആയിട്ട് നോക്കാം. സോ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ ചെയ്യുന്നത് അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും, അസറ്റ് കുറഞ്ഞാൽ, ലയബിലിറ്റി കൂടിയാൽ കുറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ജേണൽ ചെയ്യേണ്ടതെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ അസറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെൻ അസറ്റ് ഇൻക്രീസസ്, അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു, നമ്മളെ കയ്യിലുള്ള ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു, നമ്മളെ സംബന്ധിച്ച് അതൊരു ഗെയിൻ ആണ്. സോ നമ്മൾ എന്താ എൻട്രി ഇടേണ്ടത്? ആ സമയത്ത് അസറ്റ് കൂടുമ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക ആൻഡ് റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. സോ ദ എൻട്രി വിൽ ബി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ അസറ്റ് എടുത്തിട്ട് എവിടെയാണ് എഴുതേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. ഓക്കെ, സോ ദ എൻട്രി ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ എന്നാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് അസറ്റ് കുറയുന്ന സമയത്തോ ഈ എൻട്രി നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അസറ്റ് കുറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സോ ദ എൻട്രി വിൽ ബി റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്നാണ് വരിക. ഡെബിറ്റ് ടു അസറ്റ് നമ്മളെ സംബന്ധിച്ചൊരു ലോസ് ആണ്. അസറ്റിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ ഒരു ലോസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളതിനെ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് നമ്മൾ ആ അസറ്റിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ട എൻട്രീസ്. ഏതൊക്കെയാണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ എന്നും, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്നും റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നൗ നമ്മൾ ലയബിലിറ്റീൻ്റെ കേസിൽ ലയബിലിറ്റി കൂടുന്നു അല്ലെങ്കിൽ ലയബിലിറ്റി കുറയുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിനകത്തേക്ക് റെക്കോർഡ് ചെയ്യുക. സോ വെൻ ലയബിലിറ്റി ഇൻക്രീസസ്, ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ എപ്പോഴും ലയബിലിറ്റി ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ദ എൻട്രി വിൽ ബി റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റീസ്. സോ റീവാലുവേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക, ലയബിലിറ്റീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. സോ ഓക്കെ, നമ്മളിവിടെ ഈ ലയബിലിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തേക്കാണ്. ആ ലയബിലിറ്റി നമ്മൾ എഴുതേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്താ എൻട്രി ഇടുക? നേരെ റിവേഴ്സ് എൻട്രി പാസ് ചെയ്യുക. ദാറ്റ് ഈസ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. ലയബിലിറ്റീസിനെ ഡെബിറ്റ് ചെയ്യുക ടു റീവാലുവേഷൻ. നമ്മൾ ഈ ഒരു ഐറ്റം ലയബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഗെയിൻ ആണ് അല്ലേ, ഒരു പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മളത് ആ ഐറ്റത്തെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്തും പോസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ രണ്ട് എൻട്രീസ് പഠിക്കുന്ന സമയത്ത്, രണ്ട് സെറ്റ് ഓഫ് എൻട്രീസ് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റും സെയിം എൻട്രി വെച്ചിട്ട്. ദാറ്റ് ഈസ് അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ എൻട്രി പാസ് ചെയ്യേണ്ടത്? നമ്മുടെ ബുക്കിൽ നേരത്തെ ഇല്ലാത്ത ഒരു അസറ്റാണ്, ഒരു അസറ്റ് കൂടുന്ന അതേ ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക. അൺറെക്കോർഡഡ് അസറ്റ് വന്നു കഴിഞ്ഞാൽ ദ എൻട്രി വിൽ ബി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. സെയിം എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. എന്നിട്ട് ആ അൺറെക്കോർഡഡ് അസറ്റിൻ്റെ വാല്യൂ നമ്മൾ അവിടെ എഴുതുക. ഓക്കെ, സോ ഇവിടെ എപ്പോഴും എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എത്രയാണോ വാല്യൂ ഇൻക്രീസ് ആവുന്നത്, എത്രയാണോ വാല്യൂ ഡിക്രീസ് ആവുന്നത്, ആ എമൗണ്ട് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അൺറെക്കോർഡഡ് അസറ്റിൻ്റെ കേസിൽ ആ അൺറെക്കോർഡഡ് അസറ്റിൻ്റെ എമൗണ്ട് മൊത്തം നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ നമുക്ക് അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് വരാറുണ്ട്. അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ, ലയബിലിറ്റി വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെയിം എൻട്രി പാസ് ചെയ്യുക. അൺറെക്കോർഡഡ് ലയബിലിറ്റീൻ്റെ കേസിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി. നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് അൺറെക്കോർഡഡ് ലയബിലിറ്റീനെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സെയിം എൻട്രിയാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് അൺറെക്കോർഡഡ് അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെ കേസിൽ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന എൻട്രീസ് എന്ത് ചെയ്യുക? അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ട്രാൻസാക്ഷനാണ് മേക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റ്. നമ്മൾ സൺട്രി ഡെറ്റേഴ്സിന് മുകളിൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് എൻട്രി വെക്കുക? നോക്കൂ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയുന്നു, അസറ്റിൻ്റെ വാല്യൂ കുറയാണ്. അപ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ദ എൻട്രി വിൽ ബി
റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് കാണിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാം. നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് ആ പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ. ഓക്കെ. ആൻഡ് പ്രൊവിഷൻസ് കുറയുന്ന കേസിൽ നേരത്തെ നമുക്ക് 10,000 രൂപ പ്രൊവിഷൻ ഉണ്ടായിരുന്നു, അത് 5,000 ആവുന്നു. പ്രൊവിഷൻസ് കുറയുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് തന്നതെങ്കിൽ ദ എൻട്രി വിൽ ബി നേരെ റിവേഴ്സ് എൻട്രി പാസ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് നമ്മൾ പാസ് ചെയ്യുക. ഓക്കെ. സോ ഇവിടെ നമ്മൾ പ്രൊവിഷൻസ് കാണിക്കേണ്ട എവിടെയാണ്? നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ. ആൻഡ് ഫൈനലി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് അഥവാ ഗെയിൻ ഓർ ലോസ് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ആ എൻട്രി ഇവിടെ നമുക്ക് നോക്കാം. റിവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ദ എൻട്രി വിൽ ബി റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ, ഗെയിൻ ആണെങ്കിൽ നമ്മളത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അഡ്മിഷൻ്റെ കേസിൽ. സോ റിട്ടയർമെൻ്റ് ആണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അഡ്മിഷൻ്റെ കേസിൽ നമ്മൾ ഇൻകമ്മിങ് പാർട്ട്ണർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അവരുടെ ഇൻഡിവിജ്വലി അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റിവാലുവേഷൻ സർപ്ലസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലോസ് ആണെങ്കിലോ, ക്രെഡിറ്റ് ഭാഗത്താണ് ബാലൻസിങ് ഫിഗർ വരുന്നെങ്കിലോ, ദ എൻട്രി വിൽ ബി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. സോ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓൾഡ് റേഷ്യോയിൽ ഓക്കെ ഇൻഡിവിജ്വലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇതേപോലെ ടോപ്പിക്കിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.